ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടമ്മമാർക്ക് കിച്ചണിൽ ഉപകരിക്കുന്ന കുറച്ചധികം കിച്ചൺ ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് കൂടി കണ്ടു നോക്കുക. അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പിന്നൊക്കെ വെക്കുന്ന സമയത്ത് അധികം പിന്ന് കാണാതെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എവിടെയൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഇതുപോലെ നമ്മൾ സാരിയിലാണെങ്കിലും അതുപോലെ ഷോളിനൊക്കെ കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ തിരഞ്ഞ് നമുക്ക് കിട്ടാതാവും. അപ്പോൾ അതുപോലെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വള എടുക്കുക. ഈ ഒരു വളയിൽ നമുക്ക് ഈ ഒരു സേഫ്റ്റി പിന്ന് മുഴുവനായിട്ട് കുടുക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കാണുന്ന ഭാഗത്ത് ഇതൊന്ന് കൊളുത്തി ഇട്ട് കൊടുത്താൽ നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഈ ഒരു പിന്ന് തിരഞ്ഞ് നടക്കേണ്ട സമയമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ കൺമുന്നിലേക്ക് ഇത് വന്ന് നിൽക്കുകയും ചെയ്യാം. നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എടുത്തിട്ട് എവിടെയെങ്കിലും ധൃതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇത് തിരയേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, നമ്മുടെ കിച്ചൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാനും കഴിയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നല്ല കട്ടിയുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പിന്ന് കുത്തുന്ന സമയത്ത് ഇതുപോലെ കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കട്ടിയുള്ള സാരി ആണെങ്കിലും അതുപോലെ ഷോളൊക്കെ ആണെങ്കിലും നമുക്ക് ഇതൊക്കെ കുത്തി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തുരുമ്പൊക്കെ എടുത്ത പിന്നൊക്കെ ആണെങ്കിൽ നമുക്കിത് പെട്ടെന്നൊന്നും ഇതാവാനും പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ സാരിയൊക്കെ കീറിപ്പോവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പം അതുപോലെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സോപ്പാണ്, ലെക്സസിൻ്റെ സോപ്പാണ്. അപ്പോൾ ഏത് സോപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു സോപ്പ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പിന്ന് ഇതിലേക്ക് കുത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സാരിയിലൊക്കെ കുത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കുത്താനും കഴിയും. അതുപോലെ തന്നെ ആ ഒരു തുരുമ്പിൻ്റെ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ആ സാരിയൊന്നും കീറിപ്പോവുകയില്ല. കാരണം നമ്മൾ ഇതിലേക്ക് കുത്തി വെച്ചത് കൊണ്ട് തന്നെ നല്ല ഒരു സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പിന്ന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ ഇതുപോലെ കോട്ടൻ്റെ ക്ലോത്തിലൊക്കെ കുത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കുത്താനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിട്ട് മാറും കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്സ് എന്താണെന്ന് കൂടി കണ്ടു നോക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുപോലെ ഹോർലിക്സൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതാ ഹോർലിക്സൊക്കെ കുട്ടികളൊക്കെ എടുത്തിട്ടാണെങ്കിൽ ചില സമയത്ത് നല്ലപോലെ മൂടി ഇടാണ്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഹോർലിക്സൊക്കെ കട്ട പിടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുൾ ഭാഗം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ ഈ ഒരു ഹോർലിക്സ് കട്ട പിടിക്കൂല കേട്ടോ. അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് കൂടി കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ മാങ്ങയൊക്കെ വാങ്ങുന്ന ടൈമിലാണെങ്കിൽ ഇതൊക്കെ മുറിച്ചെടുക്കാനും അതുപോലെ ഇതിൽ നിന്ന് കുറേ മാങ്ങയൊക്കെ ഇതിൽ നിന്ന് നമ്മൾ തൊലിയൊക്കെ കളയുന്ന സമയത്ത് മാങ്ങ തന്നെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ്. നല്ലതുപോലെ മാങ്ങയൊക്കെ ചൂടുള്ള വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു 5-6 വര ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. നല്ലവണ്ണം കട്ടിക്ക് തന്നെ വരഞ്ഞു കൊടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ വിലങ്ങനെ വീണ്ടും ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാട്ടോ. എന്നിട്ട് നമ്മൾ 2 സൈഡും പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, മാങ്ങയൊക്കെ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് കൈ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയിലിട്ട് കൊടുക്കുക. അതല്ല നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, അപ്പം നമ്മുടെ മാങ്ങയൊന്നും അധികം ഇതിൽ നിന്ന് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയാട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം മാങ്ങാ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലെ മാങ്ങയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നമ്മുടെ മാങ്ങയൊന്നും അധികം നഷ്ടപ്പെട്ടു പോവില്ല. പെട്ടെന്ന് നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.